വയനാടിൻ്റെ വിദ്യാഭ്യാസ ഭൂപടത്തിൽ മികവിൻ്റെ അടയാളപ്പെടുത്തലുകളുമായി കഴിഞ്ഞ 100 വർഷങ്ങളായി തലയുയർത്തി നിൽക്കുന്ന കരിങ്ങാരി ഗവൺമെൻറ് UP സ്കൂളിൻ്റെ 2024-25 അധ്യയന വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട്. 1925 ആരംഭിച്ച് ശതാബ്ദിയുടെ നിറവിൽ എത്തി നിൽക്കുന്ന കരിങ്ങാരി ഗവൺമെൻറ് UP സ്കൂൾ ഇന്നത്തെ നിലയിൽ എത്തിയത് അനേകം സുമനസ്സുകളുടെ പ്രയത്നത്തിൻ്റെയും ആത്മാർപ്പണത്തിൻ്റെയും നിസ്സീമമായ സഹകരണത്തിൻ്റെയും ഫലമായാണ്. പ്രീ പ്രൈമറി മുതൽ 7ാം ക്ലാസ് വരെ 356 കുട്ടികൾ നമ്മുടെ വിദ്യാലയത്തിൽ അധ്യയനം നടത്തുന്നു. അധ്യാപകരും അനധ്യാപകരുമടക്കം 28 പേർ ഈ വിദ്യാലയത്തിൽ സേവനം ചെയ്തു വരുന്നു. വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും സമഗ്രശിക്ഷ കേരളയുടെയും PTA, SMC, MPTA പൊതുസമൂഹത്തിൻ്റെയും സജീവമായ ഇടപെടലുകളിലൂടെ കരിങ്ങാരി ഗവൺമെൻറ് UP സ്കൂൾ കഴിഞ്ഞ അധ്യയന വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ സംക്ഷിപ്ത റിപ്പോർട്ട്. മാനന്തവാടി ഉപജില്ലാ പ്രവേശനോത്സവം വർണ്ണാഭമായ ചടങ്ങുകളോടെ 2024 ജൂൺ 3 തിങ്കളാഴ്ച നമ്മുടെ വിദ്യാലയത്തിൽ നടത്തി. ബഹുമാനപ്പെട്ട വെള്ളമുണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി സുധി രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങ് മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ജസ്റ്റിൻ ബേബി ഉദ്ഘാടനം ചെയ്തു. വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ നവാഗതരെ വിദ്യാലയത്തിലേക്ക് സ്വീകരിച്ചാനയിച്ചു. തുടക്കം വർണ്ണാഭമായി തീർന്നതിൻ്റെ ആവേശത്തിൽ ഒരു പുതിയ അധ്യയന വർഷത്തിന് തുടക്കമായി. ലോക പരിസ്ഥിതി ദിനം വിവിധ പരിപാടികളോടെ 2024 ജൂൺ 5 സമുചിതമായി ആചരിച്ചു. തരുവണ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ ലഭിച്ച വൃക്ഷത്തൈകൾ ശ്രീ മംഗലശ്ശേരി മാധവൻ മാസ്റ്റർ വിദ്യാലയ അങ്കണത്തിൽ നട്ടു. പരിസ്ഥിതി ക്ലബ് അംഗങ്ങൾ, ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് യൂണിറ്റ് അംഗങ്ങൾ എന്നിവർ പരിസ്ഥിതിദിന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി. വായനാ വാരാചരണ സമാപനവും വിവിധ ക്ലബ്ബുകളുടെ ഉദ്ഘാടനവും 25/6/2024 സംസ്ഥാന അധ്യാപക അവാർഡ് ജേതാവ് ശ്രീ രമേശൻ ഏഴോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. വിവിധ മത്സരങ്ങളിൽ വിജയികളായവർക്ക് സമ്മാനങ്ങൾ വിതരണം ചെയ്തു. വിദ്യാലയത്തിന്റെ വളർച്ചയ്ക്കായി അക്ഷീണം പ്രവർത്തിക്കുന്ന PTA, SMC, MPTA കമ്മിറ്റികളുടെ തെരഞ്ഞെടുപ്പ് നടന്ന ജനറൽ ബോഡി മീറ്റിംഗ് 11/7/2024 നടന്നു. ശ്രീ നാസർ സാവൻ പ്രസിഡന്റായ 9 അംഗങ്ങളുള്ള PTA കമ്മിറ്റിയെയും ശ്രീ മഹേഷ് ചെയർമാനായി 8 അംഗങ്ങളുടെ SMCയെയും ശ്രീമതി അശ്വിനി പ്രസിഡന്റായ 9 അംഗ MPTയെയും തെരഞ്ഞെടുത്തു. ജൂലൈ 21 ചാന്ദ്ര ദിനാചരണം അടുത്ത പ്രവൃത്തി ദിനമായ തിങ്കളാഴ്ച ആചരിച്ചു. ചാന്ദ്രദിന ക്വിസ്, റോക്കറ്റ് നിർമ്മാണം എന്നീ മത്സരങ്ങൾ കുട്ടികളിൽ ആവേശവും ആകാംക്ഷയും ഉളവാക്കുന്നതായിരുന്നു. പ്രത്യേക അസംബ്ലിയും നടത്തി. കുട്ടികൾ നിർമ്മിച്ച റോക്കറ്റുകളുടെ പ്രദർശനവും അന്നേ ദിവസം നടന്നു. ബത്തേരി ഡയറ്റിൽ വെച്ച് നടന്ന വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ജില്ലാതല പ്രവർത്തന ഉദ്ഘാടനത്തിലും ശില്പശാലയിലും നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് അധ്യാപകർ 24/7/2024 സംബന്ധിച്ചു. കേരള ചരിത്രത്തിലെ തന്നെ കണ്ണുനീരായി മാറിയ വയനാട്ടിലെ ചൂരൽമല, മുണ്ടക്കൈ എന്നീ ഗ്രാമങ്ങളെ തകർത്തെറിഞ്ഞ പ്രകൃതി ദുരന്തത്തിൽ വിറങ്ങലിച്ച ഒരു ദുരന്തകാലത്തിന് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ദിനങ്ങളിലൂടെ നാം കടന്നുപോയി. ജീവിച്ചു കൊതിതീരും മുൻപേ വിദ്യാലയങ്ങളിലെ കളിച്ചിരികൾ മാറുന്നതിനു മുമ്പ് നമ്മിൽ നിന്നും വേർപെട്ടുപോയ 40ഓളം കുഞ്ഞുങ്ങൾക്കും ദുരന്തത്തിന് ഇരകളായ മരണപ്പെട്ടവർക്കും അല്ലാത്തവരുമായ അനേകം മനുഷ്യരെയും ഈ വിദ്യാലയം സ്മരിക്കുന്നു. മനുഷ്യരുടെ പ്രയാസങ്ങളിൽ എന്നും കൈത്താങ്ങായി മാറുന്ന നമ്മുടെ വിദ്യാലയം കുട്ടികൾ, അധ്യാപകർ, സാധാരണക്കാർ തുടങ്ങിയ ഒട്ടനേകം പേരുടെ ജീവകാരുണ്യ ചികിത്സാ സഹായ പ്രവർത്തനങ്ങളിൽ ഇടപെട്ടു വരുന്നു. 2024 ആഗസ്റ്റ് 6 ഹിരോഷിമ ദിനാചരണത്തോടനുബന്ധിച്ച് പ്രത്യേക അസംബ്ലി ചേർന്നു. യുദ്ധവിരുദ്ധ സന്ദേശം, പോസ്റ്റർ നിർമ്മാണം എന്നീ പരിപാടികളും സംഘടിപ്പിച്ചു. 2024 ആഗസ്റ്റ് 9 സ്കൂൾ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ജനാധിപത്യ രീതിയിൽ വോട്ടെടുപ്പിലൂടെ നടന്നു. 10 അംഗങ്ങളടങ്ങിയ സ്കൂൾ പാർലമെന്റ് ലീഡറായി മാസ്റ്റർ അംജദിനെയും ഡെപ്യൂട്ടി ലീഡറായി ഹന്ന ഫഹ്മിയയെയും തെരഞ്ഞെടുത്തു. മറ്റ് അംഗങ്ങൾക്ക് വിവിധ വകുപ്പുകൾ ചുമതല നൽകുകയും സ്കൂൾ പാർലമെന്റ് യോഗങ്ങൾ ആഴ്ചകൾ തോറും നടത്തി വരികയും ചെയ്യുന്നു. 2024 ആഗസ്റ്റ് 12 നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും സ്ഥലം മാറിപ്പോയ ശ്രീലത ടീച്ചർ, ജോയ്സി ടീച്ചർ, ജീന ടീച്ചർ, ലീഡർ ടീച്ചർ എന്നിവർക്ക് സ്നേഹനിർഭരമായ യാത്രയയപ്പ് നൽകി. 2024 ആഗസ്റ്റ് 14 അക്ഷരമുറ്റം ക്വിസ് മത്സരം നടത്തി. ഗണിത ക്വിസ്, ശുചിത്വ ക്വിസ്, ദിനാചരണ ക്വിസുകൾ, ഉറുദു ക്വിസ്, പൊതുവിജ്ഞാന ക്വിസ്, ഭാഷാ ക്വിസ് തുടങ്ങിയ വിവിധ ക്വിസ് മത്സരങ്ങളും വിജയികൾക്കുള്ള സമ്മാന വിതരണവും വിദ്യാലയത്തിൽ നടത്തിവരുന്നു. സബ് ജില്ലാ, പഞ്ചായത്ത് തലങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു.
2024 ആഗസ്റ്റ് 15 ഭാരതത്തിന്റെ 78ാം സ്വാതന്ത്ര്യദിനം മുണ്ടക്കൈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വിദ്യാലയ അങ്കണത്തിൽ വെച്ച് തന്നെ ആചരിച്ചു. പതാക ഉയർത്തൽ, കുട്ടികളുടെ വിവിധ മത്സരങ്ങൾ, സ്വാതന്ത്ര്യദിന റാലി എന്നിവയും സംഘടിപ്പിക്കപ്പെട്ടു. അന്നേ ദിവസം കുട്ടികൾക്ക് പായസ വിതരണവും നടത്തി. 2024 ഓഗസ്റ്റ് 25 വിദ്യാലയതല കായികമേള നടത്തപ്പെട്ടു. കുട്ടികൾ ആവേശത്തോടെ ഹൗസ് അടിസ്ഥാനത്തിൽ മത്സര ഇനങ്ങളിൽ പങ്കെടുത്തു. 2024 സെപ്റ്റംബർ 5 അധ്യാപക ദിനം സമുചിതമായി ആചരിച്ചു. അസംബ്ലിയിൽ വെച്ച് കുട്ടികൾ അധ്യാപകർക്ക് സ്നേഹോപഹാരം നൽകി. PTA, MPTA, SMC എന്നിവയുടെ നേതൃത്വത്തിൽ അധ്യാപകരെ മെമൻറ്റോ കൈമാറി ആദരിച്ചു. 2024 സെപ്റ്റംബർ 13 വിപുലമായ രീതിയിൽ ഓണാഘോഷ പരിപാടികൾ വിദ്യാലയത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. ഓണപ്പൂക്കളം, ഓണക്കളികൾ, ഓണസദ്യ എന്നിവ പരിപാടിയുടെ ഭാഗമായി നടത്തപ്പെട്ടു. ഓണാഘോഷത്തിന്റെ നിറവിൽ കുഞ്ഞുങ്ങൾ ആഹ്ലാദഭരിതരായിരുന്നു. 2024 സെപ്റ്റംബർ 24 ബഹുമാനപ്പെട്ട മാനന്തവാടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ മുരളീധരൻ മാസ്റ്റർ, BPC ശ്രീ KK സുരേഷ് മാസ്റ്റർ എന്നിവർ വിദ്യാലയം സന്ദർശിച്ചു. 3-6 ക്ലാസുകളിൽ നടത്തിയ നാസ് പരീക്ഷാ പരിശീലനം സംബന്ധിച്ച നിർദ്ദേശങ്ങൾ പ്രത്യേക SRG യോഗത്തിൽ നൽകുകയുണ്ടായി. പാദവാർഷിക, അർദ്ധവാർഷിക മൂല്യനിർണ്ണയ പ്രവർത്തനങ്ങൾക്ക് ശേഷം വിദ്യാലയത്തിന്റെ ക്ലാസ് PTA യോഗം കൃത്യമായി നടന്നുവരുന്നു. കുട്ടികളുടെ അക്കാദമിക നിലവാരം പരിശോധിച്ച് വിലയിരുത്തുകയും കൂടുതൽ മെച്ചപ്പെടുത്തലുകൾ ഉണ്ടാകുന്നതിന് വേണ്ട മാർഗനിർദ്ദേശങ്ങൾ ക്ലാസ് PTA-കളിൽ ചർച്ച ചെയ്യുകയും ചെയ്തു വരുന്നു. കുട്ടികളുടെ പഠന നിലവാരം ഉയർത്തുന്നതിന് വേണ്ട വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. വിദ്യാലയത്തിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ സമ്മാനിച്ച ഒക്ടോബർ 2 ഗാന്ധി ജയന്തി ദിനത്തിൽ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ വർണ്ണാഭമായ തുടക്കവും വയോജന സംഗമമായ വാത്സല്യം 2024 സംഘടിപ്പിക്കപ്പെട്ടു. 100-ൽ പരം വയോജനങ്ങൾ പങ്കെടുത്ത പരിപാടിയിൽ മുഴുവൻ വയോജനങ്ങളെയും ഷാൾ അണിയിച്ച് ആദരിച്ചു. 2024 ഒക്ടോബർ 8 AUPS ദ്വാരക, സേക്രഡ് ഹാർട്ട് HSS ദ്വാരക, ഗവൺമെന്റ് ടെക്നിക്കൽ ഹൈസ്കൂൾ ദ്വാരക എന്നിവിടങ്ങളിൽ നടത്തപ്പെട്ട മാനന്തവാടി ഉപജില്ലാ ശാസ്ത്രമേളയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും പരമാവധി വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുകയും നല്ല വിജയം കൈവരിക്കാൻ സാധിക്കുകയും ചെയ്തു. 11/10/2024 നവരാത്രി അവധി ദിവസങ്ങളിൽ പഞ്ചായത്ത് ഭരണസമിതിയുടെ അംഗീകാരത്തോടെ പഴയ കെട്ടിടം പൊളിച്ചു നീക്കുകയുണ്ടായി. 2024 ഒക്ടോബർ 16 മാനന്തവാടി ഉപജില്ലാ കായികമേളയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നിന്നും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചു. മാതൃഭൂമി സീഡിന്റെ മികച്ച ഹരിത വിദ്യാലയത്തിനുള്ള ഹരിതജ്യോതി പുരസ്കാരം 2024 ഒക്ടോബർ 22 ബഹുമാനപ്പെട്ട പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി ശ്രീ OR കേളു അവർകളിൽ നിന്ന് ഹെഡ്മാസ്റ്റർ ശ്രീ ശശി മാസ്റ്റർ, സീഡ് കോർഡിനേറ്റർ ശ്രീ ടോമി മാത്യു മാസ്റ്റർ എന്നിവർ ചേർന്ന് സ്വീകരിച്ചു. തരുവണ ഗവൺമെന്റ് UP സ്കൂളിൽ വെച്ച് നടന്ന SRG കൺവീനർമാരുടെ പരിശീലന പരിപാടിയിൽ 2024 ഒക്ടോബർ 29 നമ്മുടെ വിദ്യാലയത്തിലെ LP വിഭാഗം SRG കൺവീനർ ശ്രീമതി ഷിജിന ടീച്ചർ, UP വിഭാഗം SRG കൺവീനർ ശ്രീ ഷനോജ് മാസ്റ്റർ എന്നിവർ പങ്കെടുത്തു. എല്ലാ വെള്ളിയാഴ്ചകളിലും SRG യോഗങ്ങൾ ചേർന്ന് അക്കാദമിക് പ്രവർത്തനങ്ങൾ കൃത്യമായി വിലയിരുത്തി വരുന്നു. കേരളപ്പിറവിയുടെ ഐശ്വര്യപൂർണമായ സുദിനത്തിൽ മലയാള ഭാഷാ ദിനം സമുചിതമായി ആചരിച്ചു. ക്വിസ്, പ്രസംഗം, ഭാഷാ പ്രതിജ്ഞ മുതലായ പരിപാടികൾ കുട്ടികളിൽ പുതിയൊരു ഉന്മേഷം നൽകുന്നതായിരുന്നു. ലോക ഉറുദു ദിനമായ നവംബർ 9 ആവാസ് ഉറുദു ക്ലബ്ബ് വ്യത്യസ്തമായ പരിപാടികൾ സംഘടിപ്പിച്ചു. 2024 നവംബർ 4 മുതൽ 8 വരെ പയ്യമ്പള്ളി സെന്റ് കാതറിൻസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന മാനന്തവാടി ഉപജില്ലാ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാർത്ഥികൾ മിന്നുന്ന വിജയം കാഴ്ചവെച്ചു. ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ ഇനങ്ങളിൽ ധ്വനി M പ്രകാശ് A ഗ്രേഡോടെ 1ാം സ്ഥാനവും ഉറുദു കവിതാ രചനയിൽ ആയിഷ ഹിന A ഗ്രേഡോടെ 1ാം സ്ഥാനവും നേടി. പങ്കെടുത്ത മറ്റു വിദ്യാർത്ഥികൾ മികച്ച ഗ്രേഡോടെ വിജയം കരസ്ഥമാക്കി. ശിശുദിനത്തിന്റെ നിഷ്കളങ്കത വിളിച്ചോതിയ നവംബർ 14 കുട്ടികൾ നെഹ്റു തൊപ്പികൾ അണിഞ്ഞ് പ്രത്യേക അസംബ്ലിയിൽ പങ്കെടുത്തു. വെളുത്ത തൊപ്പിയും കുർത്തയും റോസാപ്പൂവുമായി കുഞ്ഞു ചാച്ചാജിമാർ ശിശുദിന റാലിയിൽ അണിനിരന്നു. മധുര വിതരണവും പാട്ടും കളികളുമായി ശിശുദിനം കുഞ്ഞുങ്ങൾക്ക് അക്ഷരാർത്ഥത്തിൽ വേറിട്ട അനുഭവമായി മാറി. വിദ്യാർത്ഥികളെ പത്രവായനയുടെ വൈജ്ഞാനിക ലോകത്തേക്ക് കൈപിടിച്ചുയർത്തുന്നതിന് പൂർവ്വ വിദ്യാർത്ഥികൾ മാതൃഭൂമി മധുരം മലയാളം, സ്നേഹപൂർവം സുപ്രഭാതം എന്നീ 2 പത്രവായനാ പദ്ധതികൾ നമ്മുടെ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. നമ്മുടെ വിദ്യാലയത്തിനെ മികവിൻ്റെ പാതയിലേക്ക് നയിക്കുന്നതിനായി PTA, MPTA, SMC ഭാരവാഹികളുടെ യോഗങ്ങൾ സമയബന്ധിതമായി നടന്നുവരുന്നു. PTA പ്രസിഡന്റ് ശ്രീ നാസർ സാവാൻ,
SMC ചെയർമാൻ ശ്രീ മഹേഷ്, മദർ PTA പ്രസിഡന്റ് ശ്രീമതി അശ്വനി എന്നിവരുടെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി അംഗങ്ങൾ വിദ്യാലയത്തിൻ്റെ ദൈനംദിന പ്രവർത്തനങ്ങളിൽ സജീവമായ ഇടപെടലുകൾ നടത്തിവരുന്നു. വയനാട് റവന്യൂ ജില്ലാ കലോത്സവത്തിൽ നമ്മുടെ വിദ്യാലയത്തിൻ്റെ അഭിമാനം വാനോളം ഉയർത്തിക്കൊണ്ട് ധ്വനി M. പ്രകാശ് UP വിഭാഗത്തിൽ ഭരതനാട്യം, മോഹിനിയാട്ടം എന്നീ മത്സരങ്ങളിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനത്തെത്തുകയും ആയിഷ ഹിന ഉറുദു കവിതാ രചനയിൽ A ഗ്രേഡോടെ 1ാം സ്ഥാനം കരസ്ഥമാക്കുകയും ചെയ്തു. ഈ പ്രതിഭകൾക്ക് വിദ്യാലയത്തിൻ്റെ അനുമോദനങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. നമ്മുടെ വിദ്യാലയത്തിൻ്റെ 100ാം വാർഷിക അനുബന്ധ പരിപാടിയായ രക്ഷാകർതൃ ബോധവൽക്കരണ ക്ലാസ് ആർട്ട് ഓഫ് പാരന്റിംഗ് എന്ന പേരിൽ 2024 നവംബർ 11 സംഘടിപ്പിക്കപ്പെട്ടു. പ്രശസ്ത മോട്ടിവേഷൻ സ്പീക്കർ ശ്രീ ഷാനവാസ് AK ക്ലാസിന് നേതൃത്വം നൽകി. പുതിയ കാലത്തിൻ്റെ രക്ഷകർതൃ ഉത്തരവാദിത്തങ്ങൾ പങ്കെടുത്തവരിൽ അനുഭവത്തിൻ്റെ പുതിയ മാനം നൽകുന്നതായിരുന്നു. വിദ്യാരംഗം കലാസാഹിത്യവേദിയുടെ ഉപജില്ലാ തല സർഗോത്സവം മാനന്തവാടി LF UP സ്കൂളിൽ വെച്ച് 2024 ഡിസംബർ 3 നടന്നു. നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കാൻ സാധിച്ചു. അന്താരാഷ്ട്ര മില്ലറ്റ് ദിനാചരണത്തിന്റെ ഭാഗമായി 2024 ഡിസംബർ 19 ചെറുധാന്യങ്ങളുടെ പ്രദർശനവും മുത്താറി പായസ വിതരണവും നടത്തപ്പെട്ടു. അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണ ക്ലാസും നടത്തുകയുണ്ടായി. ഈ വർഷത്തെ ക്രിസ്മസ് ആഘോഷം 2024 ഡിസംബർ 20 വിദ്യാലയത്തിൽ സംഘടിപ്പിക്കുകയുണ്ടായി. കേക്ക് വിതരണം, ആശംസാ കാർഡ് നിർമ്മാണം, നക്ഷത്ര നിർമ്മാണം, കലാപരിപാടികൾ എന്നിവ കൊണ്ട് ക്രിസ്മസ് ആഘോഷം ധന്യമായി. തരുവണ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS യൂണിറ്റിലെ വിദ്യാർത്ഥികളുടെ ആഭിമുഖ്യത്തിൽ യുവം എന്ന പേരിലുള്ള സപ്തദിന ക്യാമ്പ് നമ്മുടെ വിദ്യാലയത്തിൽ 2024 ഡിസംബർ 21 മുതൽ ഡിസംബർ 28 വരെ നടന്നു. കുളം നവീകരണം, കിഡ്സ് പാർക്ക് പെയിന്റിംഗ്, ലൈബ്രറി ലാബ് ക്രമീകരണം എന്നീ പ്രവർത്തനങ്ങളിൽ വിദ്യാർത്ഥികളുടെ സജീവമായ പങ്കാളിത്തം കൊണ്ട് ക്യാമ്പ് ശ്രദ്ധേയമായി. നമ്മുടെ വിദ്യാലയത്തിലെ വിദ്യാർത്ഥികളുടെ ജീവിത പശ്ചാത്തലം നേരിട്ടറിയാൻ അധ്യാപകർ അവധി ദിവസങ്ങളിലും മറ്റും സമയം ലഭിക്കുന്നതിനനുസരിച്ച് വിദ്യാർത്ഥികളുടെ ഭവനം സന്ദർശിച്ചു വരുന്നു. നമ്മുടെ വിദ്യാലയത്തിന്റെ ശതാബ്ദി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാലയത്തിലെ പൂർവ്വ വിദ്യാർത്ഥികളെയും പൂർവ്വ അധ്യാപകരെയും പങ്കെടുപ്പിച്ചുകൊണ്ട് പൂർവ്വ അധ്യാപക വിദ്യാർത്ഥി സംഗമം സല്ലാപം 2K25 എന്ന പേരിൽ 2025 ജനുവരി 11 സംഘടിപ്പിക്കപ്പെട്ടു. പങ്കാളിത്തം കൊണ്ട് ജനശ്രദ്ധ പിടിച്ചുപറ്റിയ പരിപാടി ആയി മാറി സല്ലാപം 2K25. പൂർവ്വ അധ്യാപകരെ ചടങ്ങിൽ വിദ്യാർത്ഥികളും ജനപ്രതിനിധികളും സംയുക്തമായി ആദരിച്ചു. വനം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഈ വിദ്യാലയത്തിലെ പരിസ്ഥിതി ക്ലബ്ബ് അംഗങ്ങളായ കുട്ടികൾക്ക് വേണ്ടി നടത്തിയ ഏകദിന പരിസ്ഥിതി സഹവാസ ക്യാമ്പും ട്രെക്കിങ്ങും തിരുനെല്ലി എക്കോ ടൂറിസം പദ്ധതിയുടെ ഭാഗമായ ബ്രഹ്മഗിരി മലയിലേക്ക് നടത്തുകയുണ്ടായി. നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് 52 കുട്ടികളും 5 അധ്യാപകരും ക്യാമ്പിൽ പങ്കെടുത്തു. 2025 ജനുവരി 24 മാനന്തവാടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിൽ വച്ച് നടത്തപ്പെട്ട വയനാട് ജില്ലാ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് സംഗമത്തിലും റാലിയിലും പങ്കെടുക്കുന്നതിനായി നമ്മുടെ വിദ്യാലയത്തിലെ 35 വിദ്യാർത്ഥികൾ ബാലൻ മാസ്റ്ററുടെ നേതൃത്വത്തിൽ നല്ലൊരു മുന്നൊരുക്കത്തോടെ പങ്കെടുത്തു. അധ്യാപകരായ ഷനോജ് മാസ്റ്റർ, മനോജ് മാസ്റ്റർ, ഷിജൻ ടീച്ചർ, PV മനോജ് മാസ്റ്റർ, ഷീജ ടീച്ചർ, സിന്ധു ടീച്ചർ, നിമിഷ ടീച്ചർ എന്നിവരും അധ്യാപക പരിശീലക വിദ്യാർത്ഥികളായ പുൽപ്പള്ളി സെന്റ് ജോർജ് TTIയിലെ ബാസിൽ സമാൻ, മുഹമ്മദ് സയാൻ എന്നിവരും സജീവ സാന്നിധ്യമായി ക്യാമ്പ് ദിവസങ്ങളിൽ ആവശ്യമായ പിന്തുണ നൽകുകയും ചെയ്തു. അതോടൊപ്പം തന്നെ രക്ഷിതാക്കളുടെയും പരിപൂർണ പിന്തുണ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് ക്യാമ്പിന്റെ വിജയത്തിന് കാരണമായി മാറി. LSS USS പരിശീലനം ചിട്ടയായ രീതിയിൽ നമ്മുടെ വിദ്യാലയത്തിൽ നടന്നുവരുന്നു. LSSനായി 15 വിദ്യാർത്ഥികളെയും USSനായി 18 വിദ്യാർത്ഥികളെയും തിരഞ്ഞെടുക്കുകയും അധ്യാപകർ ടൈം ടേബിൾ പ്രകാരം പ്രത്യേക പരിശീലന ക്ലാസുകളിലും പരിശീലന പരീക്ഷകളും നടത്തിവരികയും ചെയ്യുന്നു. മാനന്തവാടി BRCയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന മാതൃകാ പരീക്ഷകൾ വിദ്യാലയത്തിൽ കൃത്യമായി നടത്തുകയും വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകി വരികയും ചെയ്യുന്നു. അക്കാദമിക മികവിൻ്റെ നേർചിത്രങ്ങളായ സുഗമ ഹിന്ദി പരീക്ഷ, മികവുത്സവം, പഠനോത്സവം, എൻജോയ് ഇംഗ്ലീഷ്, ഹെൽപ്പിംഗ് ഹാൻഡ്, പഠന പിന്നോക്ക പിന്തുണ പദ്ധതികൾ എന്നിവ വിദ്യാലയത്തിൽ നടത്തിവരുന്നു. അക്കാദമിക മികവ്, വിദ്യാലയ മികവ് എന്ന ആശയത്തെ ചേർത്ത് വച്ചുകൊണ്ട് നമ്മുടെ വിദ്യാലയത്തിൽ നിരവധിയായ അക്കാദമിക പ്രവർത്തനങ്ങൾ ക്ലാസ് തലത്തിലും വിദ്യാലയ തലത്തിലും എല്ലാ കുട്ടികളുടെയും പങ്കാളിത്തത്തോടെ നടത്തിവരുന്നു. അക്കാദമിക മാസ്റ്റർ പ്ലാനിലൂന്നി ചുമതലകൾ കൃത്യതയോടെ വിഭജിച്ച് നൽകി അധ്യാപകർ ഓരോ മാസങ്ങളിലെയും പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ശതാബ്ദിയുടെ നിറവിലെത്തിയ നമ്മുടെ വിദ്യാലയം ഇനിയും പുരോഗതിയുടെ പാതയിൽ ചരിക്കുകയാണ്. ത്രിതല പഞ്ചായത്ത്, MLA, പൊതുവിദ്യാഭ്യാസ വകുപ്പ്, SSK മുതലായ കേന്ദ്രങ്ങളിലൂടെ
ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ 1 കോടി രൂപ അനുവദിച്ചത് പ്രകാരമുള്ള കെട്ടിട നിർമ്മാണ പ്രവർത്തനത്തിലുള്ള നടപടിക്രമങ്ങൾ അന്തിമഘട്ടത്തിലാണ്. SSK മോഡൽ പ്രീ പ്രൈമറി, വർണ്ണക്കൂടാരം എന്നിവയ്ക്കു വേണ്ടി അനുവദിച്ച 1,53,00,000 രൂപയുടെ പ്രവൃത്തി ഫണ്ട് ലഭ്യമാകുന്നതിനനുസരിച്ച് പ്രവർത്തനം മുന്നോട്ടു പോകുമെന്നാണ് പ്രത്യാശിക്കുന്നത്. SSK ക്രിയേറ്റീവ് ക്ലാസ് മുറികൾക്കായി ഈ വർഷം അനുവദിച്ച 5 ലക്ഷം രൂപയുടെ വികസന പ്രവർത്തന പദ്ധതികളുമായി വിദ്യാലയം മുന്നോട്ടു പോകുന്നു. ഇതിനോടകം പാചകപ്പുരയുടെ നിർമ്മാണം പൂർത്തിയാക്കാനും മുഴുവൻ ആസ്ബറ്റോസ് ഷീറ്റുകൾ മാറ്റാനും വിദ്യാലയത്തിന് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം പ്രീ പ്രൈമറി കുട്ടികൾക്ക് കളിയുപകരണങ്ങൾ ലഭ്യമാക്കുന്നതിനായി 75,000 രൂപ സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് അനുവദിക്കുകയുണ്ടായി. വിദ്യാലയ പ്രവേശന കവാടത്തിൽ ഡ്രെയിനേജും സ്ലാബും അനുവദിച്ച ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി അംഗങ്ങളെ നന്ദിയോടെ സ്മരിക്കുന്നു. ഭൗതികവും അക്കാദമികവുമായ മികവിലുള്ള അടയാളപ്പെടുത്തലുകളുമായി 100 വർഷത്തിൻ്റെ വിജയകരമായ യാത്രയിലാണ് നമ്മുടെ വിദ്യാലയം. എങ്കിലും മുറ്റം ഇൻ്റർലോക്ക്, ക്ലാസ് റൂം ടൈലിംഗ്, പെയിൻറ്റിംഗ്, ജനൽ വാതിൽ റിപ്പയർ, സംരക്ഷണ ചുറ്റുമതിൽ പൂർത്തീകരണം, ആധുനിക ക്ലാസ് മുറികൾ, പുതിയ കിണർ, ഡൈനിങ് ഹാൾ തുടങ്ങി ഒട്ടനവധി സൗകര്യങ്ങൾ ഇനിയും ലഭ്യമാകേണ്ടതുണ്ട്. ഈ ആവശ്യങ്ങളെ ജനപ്രതിനിധികൾ, വിദ്യാഭ്യാസ വകുപ്പ് മേധാവികൾ എന്നിവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. നാളിതുവരെ ഈ സ്ഥാപനത്തിനെ കുടുംബം പോലെ ചേർത്തു നിർത്തിയ വിവിധ സർക്കാർ വകുപ്പുകൾ, നാട്ടുകാർ, പൂർവ്വ വിദ്യാർത്ഥികൾ, പൂർവ്വ അധ്യാപകർ, സുമനസ്സുകൾ, രക്ഷിതാക്കൾ, കുട്ടികൾ, അഭ്യുദയകാംക്ഷികൾ എന്നിവർക്ക് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുകയും തുടർന്നും പൂർണ്ണ സഹകരണം പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. 100 വർഷങ്ങൾ പടിയിറങ്ങിപ്പോയ അനേകം ഗുരുശിഷ്യർ, ഇനിയും ഈ മുത്തശ്ശിമാവുകൾക്ക് തീരാത്ത ചരിത്രങ്ങൾ പറയുവാനുണ്ടാകും. കരിങ്ങാരി ഗവൺമെൻറ് UP സ്കൂളിൻ്റെ ഗൃഹാതുരതയ്ക്ക് ഇനിയും തിളക്കം കൂടിക്കൊണ്ടേയിരിക്കും. ഇനിയും ഇവിടം സ്വർഗമാക്കാൻ ഈ തിരുമുറ്റവും മാവിൻകൂട്ടവും പിഞ്ചു മനസ്സുകളെ സ്വീകരിക്കാൻ കൈനീട്ടി നിൽക്കും. അമ്മ വാത്സല്യത്തിൻ്റെ ചൂടും ചൂരും നൽകിയ ഈ പൊതുവിദ്യാലയം ഇനിയും വർഷങ്ങൾക്ക് അമ്മിഞ്ഞപ്പാൽ ചുരത്തിക്കൊണ്ടേയിരിക്കും. പറഞ്ഞാൽ തീരാത്ത വിശേഷങ്ങളിലെ ചില ഏടുകൾ മാത്രം ഒരു രേഖപ്പെടുത്തലുകളാക്കി കഴിഞ്ഞ അധ്യയന വർഷത്തെ ഈ പ്രവർത്തന റിപ്പോർട്ട് നിങ്ങളുടെ മുമ്പിൽ അംഗീകാരത്തിനായി സമർപ്പിക്കുന്നു. നന്ദി.